ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു വട്ടം കല്യാണം കഴിച്ചാൽ പിന്നെ കെട്ടാൻ സാധ്യത കുറവ്. എന്നെ ബഹുമാനിക്കാത്തോളം കാര്യങ്ങൾ പറയണ്ട, അതിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കണ്ട. ബ്ലേഡൊക്കെ ഉണ്ട്, ആ ക്ഷമിക്ക് പെട്ടെന്ന് ദേഷ്യം വന്ന ചെറിയ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് വിശേഷം? എനിക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇരുന്ന് ഇൻട്രോ എടുക്കണേ കൊണ്ട് ആരും ഒന്നും വിചാരിക്കേണ്ട, ബഹുമാനക്കുറവ് അങ്ങനൊന്നും അല്ലല്ലേ. പക്ഷെ എനിക്കധികം നിൽക്കാൻ പറ്റൂലല്ലോ. എന്നാലും ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബഹുമാനിക്കാത്തോളം കാര്യങ്ങൾ പറയണ്ട, അതിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കണ്ട. എത്രയും ബഹുമാനപ്പെട്ട ഷെഫ് ഇതാക്കുന്ന ഇവിടുന്ന് രാവിലെ 11:30 ചായ ബഹുമാനം മതിയോ? ബഹുമാനപ്പെട്ട ഷെഫിക്ക് പത്തിരി തന്നെ വേണോ? പത്തിരി തീർന്നത് എന്തോരം അതാ തീർന്ന അങ്ങനെ ഒന്നുകൂടി അതായത് കണ്ണിനും തകർന്നു. അപ്പൊ ഞാനിങ്ങനെ നല്ല ഫ്രൈ ഒക്കെ ആക്കി വെച്ചിരുന്നു. അതും പത്തിരി കേട്ടോ ഷെഫ് തിന്നെ. രാവിലെ ഒന്നും കുടിക്കുന്നില്ല. അപ്പൊ നട്സൊക്കെ തിന്ന് ഗ്ലാമർ വർദ്ധിപ്പിക്കുകയാണ്. എന്തേത്താന്നൊക്കെ ആർക്കറിയാം, മനസ്സിലിരിക്കും. നല്ലതൊന്നും കിട്ടി കഴിഞ്ഞാലാ നല്ലത് കിട്ടി കെട്ടണം. അതാ ഇപ്പൊ മുട്ടി നിക്കുക ഒരു കാര്യമേ പറയാനുള്ളൂ, നല്ല പിഷ്കനാ. ബാക്കിയൊക്കെ ഓക്കെയാ, അതിനൊക്കെ റെഡി ഇല്ല. ആരുണ്ടെങ്കിൽ ഇപ്പം വേണ്ട, ആവശ്യത്തിന് പൈസ ചെലവാക്കും. ഇപ്പം വേണ്ട, ആവശ്യത്തിന് പേടിയായി എനിക്ക്. സീരിയസ് ആക്കിയിട്ട് ആവശ്യത്തിന് പൈസ ചെലവാക്കും. ഒരു കാര്യാന്ന് വിചാരിക്കേണ്ട ഇത്രേ ഉള്ളൂ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്താ അറിയോ, പിസ്ക് നീ പറഞ്ഞല്ലോ, അതിനാണ് ഒരു കാര്യം പറയണം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു വട്ടം കല്യാണം കഴിച്ചാൽ പിന്നെ കെട്ടാൻ സാധ്യത കുറവാ. പിന്നെ അതിനുള്ള ഇതൊക്കെ വന്നു കഴിഞ്ഞാല് എന്താന്നാ എനിക്ക് അറിയൂല. ഇതൊക്കെ കെട്ടിയാ ഇടുക, വലിയ കെട്ട കുടുങ്ങിന്നാ പറയുന്നത്. എങ്ങോ ഞാൻ തല വെക്കുകയെന്ന് ഷെഫി. അത് എന്നോട് പറയാം, എനിക്ക് ഇങ്ങനെ ഒക്കെ ആയിട്ട് പിന്നെ എന്തിനാ ഞാൻ ഇങ്ങനെ നോക്കുക. ഇവളെല്ലാം ഡിവേഴ്സായി 14 കൊല്ലം അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് അല്ലെ കല്യാണം കഴിച്ച മക്കളും ഉണ്ട്. പിന്നെ ഒക്കെ ഒന്ന് അടിക്കുന്നതാ പോരായിനോ. ഞാനതാണ് ഡിവേഴ്സായ കല്യാണം കഴിക്കാൻ ഇപ്പോഴത്തെ മൈൻഡ് റെഡിയല്ല. അല്ല നാളെ വേറൊന്നുണ്ട്, നാളെ പ്രഭാവല്ല കല്യാണം ഞാൻ കഴിച്ചാൽ അല്ല അതൊന്നും എനിക്കൊരു വിഷയമുള്ള കാര്യമില്ല. പിന്നെ അർത്ഥം കല്യാണം കഴിക്കുന്ന അല്ലട്ടോ, അത് പറഞ്ഞുതരാം. ഉറപ്പ് പറയാൻ പറ്റൂല. എനിക്കൊരു പിടുത്തം കിട്ടില്ല ഏതാ മോഡല്. എങ്ങോട്ടാ നിക്കണെന്ന് ഞാനെന്നാ അതിനനുസരിച്ച് എനിക്ക് അങ്ങോട്ട് നിൽക്കാമല്ലോ. അപ്പൊ ഇന്നെന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാല്, ഇവിടെ ബെഡൊക്കെ പഴയതായിരുന്നു കേട്ടോ. എന്തോ ഉന്നൊക്കെ എന്റെ പറ്റെന്തോ ആയിരുന്നു. അപ്പൊ ഞാൻ തറവാട്ടിൽ നിന്ന് ഓരോ ഒഴിവാക്കണ ബെഡ് എടുത്ത് കൊണ്ടുപോകുന്നതിനും എനിക്ക് അത് എന്റെ ബെഡിനേക്കാണ് മെച്ചതാണെന്ന് തോന്നിയിട്ട് ഇപ്പൊ അതും ഒരു ഇതില്ലാണ്ടായിക്കുന്നു. തിരെ വയറ് കൂടിയത് കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടില്ല. വയറ് കൂടിയിട്ട് നല്ല ശരീരമൊക്കെ വേദന ആകുക, മേലൊക്കെ എന്തോ ഒരു വേദന അനുഭവിച്ചിട്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ഒരു പുതിയ ബെഡിന് ഓർഡർ ചെയ്യട്ടെ എന്നല്ലേ. അപ്പൊ അത് എത്ര ആയി പറഞ്ഞിട്ട് ഇതാക്കണ. ഇന്നിപ്പോ 2 ആഴ്ച മുമ്പ് ഞാൻ ഓർഡർ ചെയ്ത സംഭവം. അപ്പൊ ഇന്നിപ്പോ എത്തുന്നു പറഞ്ഞ വിളിച്ചിരിക്കണേ. അപ്പൊ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ സൗണ്ടിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ മൈക്കിന് ചെറിയൊരു കംപ്ലൈന്റ് ആയിട്ട് സർവീസിന് കൊടുത്താട്ടോ. ഒരു 10 ദിവസം കാലത്തുനിന്നിട്ട്. അതെ അതെ, അതാണ് റീൽസിനൊക്കെ ഒരു ബുദ്ധിമുട്ട്. ആരൊക്കെ റീൽസ് കഴിഞ്ഞ ചെയ്തിട്ട് എന്താണ് മനസ്സിലായില്ല. ഇത് വെക്കായിട്ടാ ഷോർട്ട് വീഡിയോ അല്ലേ? ഷോർട്ട് വീഡിയോ. അതില് സൗണ്ടിന് പ്രശ്നമുള്ളത് മൈക്കില്ലാത്തത് കൊണ്ട് കറക്റ്റ് സൗണ്ട് ആയില്ല. അതേ കൊണ്ട് അടുപ്പിക്കല്ല, ഫുള്ള് വലിച്ചെടുക്കുക മറ്റേതായിട്ട്. ബവ്വലെടുത്ത് തൊടിക്കട്ടെ, ചൂടാകണം. എരീനെന്ന് പറയുന്നത് ഡാൻസിന്റെ പ്രാക്ടീസിലാണ്. ഞാനേ കാണിച്ചെന്ന കോളിഫ്ലവറിന് എന്തോന്ന് ആക്കണം. ഇനി വെച്ചിട്ട് എന്തോ ഒരു സ്മെല്ലാട്ടോ കൊറേ വെച്ച്. ഇനി കോളിഫ്ലവർ വെച്ചിട്ടുണ്ടെന്നാലും ഇനി ശരിയില്ല. കോളിഫ്ലവർ എന്താ വിചാരിക്കും. അതിന് അത് ഇതാക്കുമ്പോ വേറെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കിട്ടും. പിന്നെന്താ നല്ല നെല്ലുത്തേന്റെ ചോറ്, ക്യാരറ്റ് ഉപ്പേരി, എന്തോരം ലക്ഷറി ലൈഫ്.
നമ്മളെക്കാളൊക്കെ ഫുഡ് കിട്ടാത്തവരൊക്കെ എത്ര ആൾക്കാരുണ്ട്. നമ്മ ഫുഡ് കിട്ടില്ല എന്നല്ല കേട്ടോ, നമ്മളൊക്കെ ആർഭാടം തന്നെ പറയാം അല്ലേ. കുഴപ്പമില്ല, ആവശ്യത്തിനുള്ളത്. കാരണം എനിക്കൊക്കെ പണ്ടൊക്കെ നല്ല ഇഷ്ടമുണ്ടായിരുന്നു നല്ല നല്ല ഫുഡുകൾ കഴിക്കാൻ. അന്നൊന്നും എനിക്ക് കഴിക്കാൻ അങ്ങനെ എന്റെ പൈസ അല്ലല്ലോ. അന്നൊക്കെ പണ്ടൊക്കെ മന്തി ബ്രോസ്റ്റ് ഒക്കെ എറിഞ്ഞപ്പോ അങ്ങനെ കഴിക്കരുത്. അതെ അതെ അതെ. അപ്പൊ അങ്ങനത്തെ ഒരു ഉമ്മ ഇപ്പൊ ഓരോ അങ്ങനെയായിരുന്നു. ബ്രോസ്റ്റ് ഒക്കെ വാങ്ങണേരം ഓർക്ക് പേടിയാ, അത് കഴിച്ചാൽ രോഗം വരും, ക്യാൻസർ വരും. സംഭവം ശരിയാണ്. പക്ഷെ എന്നാലും പൂതിക്കൊക്കെ വാങ്ങി കൊടുക്കണം നാട്ടോ, അല്ലെങ്കിൽ അത് അല്ല ഇന്ന അതിൽ പറയൂ, എല്ലാം പറയൂ. ഓക്കെ, അപ്പൊ ഏതായാലും കേസ് നമുക്ക് ബെഡ് വരുമ്പോ കാണാം. ചെറുതാരും സ്റ്റീൽ പ്ലേറ്റും. അപ്പൊ നിങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഇതാക്കണ കുളിച്ച് ഫ്രഷായി നിൽക്കുമ്പോഴാണ് ബെഡ്, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ബെഡ് വരുന്നതെന്ന്. ബെഡ് കൊണ്ടുവന്ന് പുറത്തേക്ക് ഇറങ്ങിക്കാൻ വേണ്ടിയിട്ട് വിളിച്ച് ഇതാക്കുന്ന കൊണ്ടുവരണ. ഇനി നമുക്ക് പഴയ ബെഡിന് എന്താക്കുക ചെയ്യണേ? പഴയ ബെഡിന് എന്താക്കുക ചെയ്യണേ? ഇത്രയൊക്കെ വെയിറ്റ് ഉണ്ടോ ഇതിന്? ആണോ? 5 കിലോനെ ഉള്ളൂ. വലുത് സാധനമാണല്ലോ. അപ്പൊ അതിന്റെ സാധനമൊക്കെ ഇനി ഏതായാലും ഞാൻ കിടന്നുറങ്ങിക്കോ. ഒരു ഗിഫ്റ്റ് ആയിട്ട് ക്ഷമിക്കതാക്കണ കൊടുക്കാണ്. അല്ല ഇവിടെ എന്നാ ഇങ്ങനെ പറയുന്നേ, ഓക്കെ കെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഉള്ള പഴയ കെടുക്കാണ്. ഒന്ന് കുഴപ്പമില്ല. ബാസ് ഇനി പിടിക്കില്ലടാ, ഞാറ്റൊക്കെ പിടിക്കുന്നേ. പിടിക്കുമ്പോൾ കാണിക്കാം. നീ അഭിനയിക്കാ വയ്ക്കുന്നത്. അതാക്കി ഓണിക്കണേ. ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റട്ടോ, ഇതൊന്ന് വൃത്തിയാക്കേ. ഉണ്ട് ആ ക്ഷമിക്ക് പെട്ടെന്ന് ദേഷ്യം വന്ന ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ടാകുന്നു. അതിനുള്ളതാണ് ഇവിടെ കൊണ്ടുപോയി. പറയാനൊക്കെ പറയാ, ഞാൻ ഇപ്പൊ പറയില്ല. അപ്പുറത്തെ നിന്റെ വീട് എന്തെങ്കിലും വേസ്റ്റിൽ വെക്കാനുണ്ടാകും. അപ്പുറത്തെ ഞാൻ കാണിച്ചത് മക്കളെ. അവൻ കാണിക്കണ്ടാവില്ല. അതിന് ഓല് വിചാരിക്കും വേറെ എന്തോ ആണ്. കണ്ടോ ഒന്നുമില്ല ഗൈസ്. അല്ല എന്തെങ്കിലും പൈസ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ മേലെ ചുറ്റേന്റെ അത്ര തോന്നുന്നു. കുറച്ചൊക്കെ ഉണ്ടല്ലേ, 2000 രൂപയൊക്കെ ഉണ്ട്. അതെ അതെ. ഇതൊക്കെ പുതിയ കിട്ടിയ പഴയ അട്ടക്ക് കഴിയാം. കൂടി അങ്ങനെ തന്നെ ആണല്ലോന്ന് ആശുമാറി. പക്ഷെ ഞാൻ അങ്ങനെ ക്യാമറ വെച്ച് ഞാൻ ഓളെ വിചാരിച്ചൊന്നും ഞാൻ മൈൻഡിൽ ഇട്ടില്ല. അതൊക്കെ എന്റെ മൈൻഡിലുണ്ട്. ഇതൊക്കെയാണ് എനിക്കൊന്ന് കൊതിയൊന്നും കൂടിയിട്ടില്ല കേട്ടത്. ആശുമാറി പുതിയ ബെഡൊക്കെ അല്ലേ, പക്ഷേ നമ്മള് ഒന്ന് വൃത്തിയിലാക്കാം, ഒഴിവാക്കിക്കാതെ. എന്ത് കിട്ടുമ്പോ അങ്ങനെയാണല്ലോ. ശരിക്കും 2 ദിവസവും ഇല്ല. ക്രീമൊക്കെ എടുത്ത് ഞാൻ എന്തോ ആക്കണം. അങ്ങനെ ആക്കരുത് കേട്ടോ. അതാണ് മാറ്റി ആവശ്യം. നമ്മൾ മാട്രസ് ചേഞ്ച് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഷെമി കെടുക്കുന്ന സമയത്ത് പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ ഒക്കെ നല്ല രീതിയിൽ നല്ലോണം ഉറക്കം കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഒരു ഹാർഡ് ആയിട്ടുള്ളത് അതിന് നമ്മുടെ അടുത്ത് ഓൾറെഡി ഉണ്ടായിരുന്നത്. അപ്പൊ അത് മാറ്റി ഹുഷ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ മാട്രസ് ആണ് നമ്മളിപ്പോ വാങ്ങിയത്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഷെമിനെ പോലെ പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതിൽ കെടുക്കുന്ന സമയത്ത് സേഫ് ആണ്, നല്ല ബാലൻസ് കിട്ടും, സോഫ്റ്റ്നെസ് ആണ്, അതുകൊണ്ട് തന്നെ നല്ല ഉറക്കവും. പിന്നെ ഈ മാട്രസിന്റെ യുണീക്ക് ആയിട്ടുള്ള ഫ്യൂച്ചർ ആണ് കസ്റ്റമൈസബിൾ ടോപ്പ് ലെയർ, 100% നാച്ചുറൽ ലാറ്റക്സ്, ഗ്രേറ്റ് ഫോർ
ഫോർ അലർജീസ് ആൻഡ് കീപ് കൂൾ ത്രൂ ദ നൈറ്റ്. മീഡിയം ഫോം, അതായത് മെമ്മറി ഫോം. ഇത് മാട്രസിന് നല്ല സപ്പോർട്ടും കംഫർട്ടും കൊടുക്കും. പിന്നെ എക്സ്ട്രാ സപ്പോർട്ട് വേണമെങ്കിൽ PU ഫോം ആണ്. ക്ഷമിക്ക് ആവശ്യം കെടുക്കുന്ന സമയത്ത് നല്ല സപ്പോർട്ടും അതുപോലെ തന്നെ ബാക്ക് പെയിൻ റെഡ്യൂസ് ചെയ്യാനും ആയതുകൊണ്ട് ഞങ്ങൾ ചൂസ് ചെയ്തത് മീഡിയം ഫോം ആണ്. പിന്നെ ഈ മാട്രസിന്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കവറിൽ തന്നെ വിറ്റാമിൻ C ഇൻഫ്യൂസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് തന്നെ അതൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ. ഇനിയിപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതിൽ വല്ല അയക്കോ കാര്യം എന്തെങ്കിലും ആയാൽ എന്ത് ചെയ്യുന്നു, അതിനും ടെൻഷൻ വേണ്ട. സിപ്പ് ടൈപ്പ് കവർ ആയതുകൊണ്ട് തന്നെ അയച്ചുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മെഷീൻ വാഷ് ചെയ്യാൻ ഈസിയാണ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്ന്, ഇത് 0 പാർട്ട്ണർ ഡിസ്റ്റർബൻസ് ആണ്. അതിൽ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറച്ച് ഗ്ലാസ്സിൽ വെള്ളമാക്കിയിട്ട് ബെഡിൽ വെച്ച് എന്നിട്ട് ഞാൻ ചാടി കളിക്കുകയൊക്കെ ചെയ്തു. ഒന്നും ആയില്ല, വെള്ളം അങ്ങനെ തന്നെ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ പാർട്ട്ണർ തിരിനോ മരണോ ചെരിനോ എങ്ങനെ കിടന്നു കഴിഞ്ഞാലും അതൊന്നും നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് മാറൂല. ഇനിയിപ്പോ നമ്മളിത് യൂസ് ചെയ്തിട്ട് നമുക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ 1 വർഷം, അതായത് 365 ദിവസത്തിന്റെ ഉള്ളിൽ നമ്മൾക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുത്താൽ നമുക്ക് റീഫണ്ട് കിട്ടുന്നതാണ് കമ്പനി പറയുന്നത്. 35+ ഉള്ള ആൾക്കാർക്കായിരിക്കും മാട്രസ് ഉപയോഗിക്കാൻ ഒന്നുകൂടി കംഫർട്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ മാട്രസ് വാങ്ങാൻ തീരുമാനിക്കുന്നവർക്കുള്ള നല്ലൊരു ഓപ്ഷനാണ് ഉഷിന്റെ മാട്രസ്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഓലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ആ ലിങ്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഗൈസ് ഇതാക്കണ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചിങ്ങനെ ക്ഷമി ഇതാക്കണം. ഇങ്ങനെ വെറുതെ ഇങ്ങനെ തടവി നോക്കിയാണ് ബെഡിന് എങ്ങനെ എന്തെന്നാണ് അവസ്ഥ എന്നൊക്കെ. എത്ര ദിവസമായിട്ട് ഇവള് പറയുന്നുണ്ട് അല്ലേ? കൊറേ ആയില്ലേ നമ്മളിപ്പോ ഒരു ബെഡ് വാങ്ങണം എന്ന് വിചാരിക്കണേ. ഏതായാലും ബെഡ് ആയല്ലോ, അല്ലെന്നില്ല. ഓക്കെ, അതെ. എപ്പിടി ഇருக்கு അടിപൊളി അല്ലേ? ഓക്കെ അല്ലേ, അടിപൊളി അല്ലേ? ഓക്കെ. അപ്പൊ ഏതായാലും പിന്നെ ഒരു രാവിലെ വരുന്നായി പറഞ്ഞേ, പിന്നെ ഒരുപാട് ലേറ്റ് ആയി പോയി. പിന്നെ വൈകുന്നേരം ആയി പോയി ഗൈസ്. അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് നാളെ കാണാം അല്ലേ? ഓക്കെ. ഓക്കെ.